മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ എല്ലാവരും പോകാറുള്ളതാണ്. പക്ഷേ ഗുരുവായൂരപ്പന് എല്ലാവരോടും പ്രിയമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ കുട്ടികളുമായിട്ട് സംവദിക്കാറുണ്ട്. എങ്ങനെയാണ് സാറിന്റെ ഒരു വീക്ഷണം അതിനെ കുറിച്ചിട്ട്? ശരിക്കും ഗുരുവായൂരപ്പൻ കുട്ടികളിലൂടെ നമ്മളോട് സംവദിക്കും. നമ്മളിപ്പോൾ പോയി ക്യൂവിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്ക് ക്യൂ വിടും എന്താണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എപ്പോൾ ദർശനം കിട്ടും, ഇത് എത്ര മണിക്കൂർ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയമില്ലൊന്നിനുള്ളതാണ് അവിടുത്തെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു കുട്ടിയെ കാണാൻ പറ്റും. ആ ക്യൂവിൽ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അത് സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിയായിരിക്കും. പക്ഷേ ആ കുട്ടി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പറയുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവരുടെ കളിച്ചിരികൾ, സമയം പോണത് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഇദ്ദേഹവും പോയപ്പോഴത്തേക്കും, രാജേഷുമായിട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ക്യൂവിൽ ഇരുന്നു. വൈകിട്ട് 8:30 ക്യൂവിലിരുന്ന് എപ്പോൾ പെട്ടെന്ന് കിട്ടും എന്നുള്ള ധാരണയാണ്. വൈകിട്ട് നടയടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും എന്നുള്ള ധാരണയാണ്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴേ എപ്പോഴാകും, അപ്പോൾ നമ്മൾ തന്നെ പറയുന്നു എപ്പോഴാകും എന്താകും എന്ന് പറയുമ്പോൾ ഒരു കുട്ടി, ആ കുട്ടി കാക്കനാട്ടുള്ളതാണ്. ആ കുട്ടിയുടെ പേര് നമോസ്മി എന്നാണ്. നമോസ്മി. അപ്പോൾ ഞാൻ കുട്ടികൾ പേര് ചോദിക്കും, കാര്യം ആ പേരിലൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ചോദിച്ചു മോളുടെ പേരെന്താണ്? നമോസ്മി. ഭയങ്കര മിംഗ്ലിങ് ആണ്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു മീഡിയയിലാണ് വർക്ക് ചെയ്യണത്. ആ മീഡിയയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് നമോസ്മി, ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണത്. നമോസ്മി എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പൊ ശ്ലോകത്തിലൊക്കെ നമോസ്മി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പേരായിട്ട് ഞാൻ പറഞ്ഞു നമോസ്മി എന്ന് പറഞ്ഞു. അപ്പോൾ നമോസ്മി അതെന്താ മോളെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഗോഡ്ഡസ് പാർവതിയാണെന്ന് പറഞ്ഞു. നമുക്കറിയില്ല. 4 വയസ്സുള്ള കുട്ടിയിൽ നിന്ന്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയിൽ നിന്ന്, 8-9 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് 58 വയസ്സായ ആളെ ഗുരുവായൂരപ്പൻ പഠിപ്പിക്കുക, നിനക്ക് കുറേ ഇനിയും പഠിക്കാനുണ്ടോ? നീ യൂട്യൂബിലൊക്കെ ഇരുന്ന് പലതും തള്ളുന്നുണ്ടാകും, പക്ഷെ എൻ്റെ തള്ളുകൾ നീ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന്. അതൊക്കെ കാണുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട്? അത് എനിക്ക് ബ്രദറുണ്ട്. ബ്രദർ വന്നിട്ടുണ്ടോ? ഇല്ല. ബ്രദറിൻ്റെ പേരെന്താ? നിവോം. അപ്പോൾ അതിനും ആ കുട്ടി അർത്ഥം പറഞ്ഞു. സംസ്കൃതമാണ്. നിവോ എന്ന് പറഞ്ഞാൽ എന്തോ ആൾ ഓഫ് ഇത് എന്തോ ഒരു അർത്ഥം ആ കുട്ടി പറഞ്ഞു. അതിൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ നിൽക്കുന്നില്ല. അപ്പോൾ അമ്മയും കൊച്ചും വന്നിട്ടില്ല, കാക്കനാടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാണ് ഇട്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ പപ്പയും അമ്മയും കൂടിയാണ് ഇട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ സംസ്കൃതം വല്ലതും പഠിക്കുന്നവരാണ്, സംസ്കൃതം ഇതുണ്ടോയെന്ന്, പ്രാവീണ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല, നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നമോസ്മി നിവോം ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുട്ടികളിലൂടെ പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികളിലാണ്. ഇപ്പോൾ ഗായത്രിക്കാണെങ്കിലും അറിയാം, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അഥർവയുടെ അടുത്തോ അദ്രികയുടെ അടുത്താണ് എനിക്ക് കൂടുതൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അവരിൽ നിന്ന് കുറേ കാര്യങ്ങളൊന്നും പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുക. ഇതിപ്പോൾ എനിക്ക് 3 വർഷം മുമ്പ്, ഉദ്ദേശം 3 വർഷം മുമ്പ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോള് തന്നതാണ്. മനസ്സിലായി? അത് അവളുടെ പേര് നീതിക എന്നാണ്. അപ്പോൾ അവളെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ബ്ലെസ്സിങ് ശ്രീനിവാസ മാന്തു എന്ന് പറഞ്ഞാൽ വല്യച്ഛ എന്നുള്ള ഇതിൽ അത് എഴുതാം. ഞാൻ നിർത്തി ഈ ഒരു ഇതിൽ അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഡ്ജാണിത്. അവൾ എനിക്കിത് തരണമെങ്കിൽ അവളിൽ എന്തോ, ഞാൻ ഈ തലയെ കൈവയ്ക്കുന്നത് അവളിൽ എന്തോ, ഇപ്പോൾ അവൾ 5ാം ക്ലാസ്സിലെത്തി, 2ാം ക്ലാസ്സിലാണ് ഇത് സംഭവം, 2ാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷയുടെ സമയത്ത്. അപ്പോൾ അവളിൽ എന്തോ സ്വാധീനം ചെലുത്തും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എന്തോ ഈ ഗുരുവായൂരപ്പൻ്റെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും നിൻ്റെ ഇത് നീ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഗുരുവായൂരപ്പൻ ഇത് ചെയ്യുന്ന കാര്യം. ഗുരുവായൂരപ്പൻ നമ്മൾ പറയണം, ഇപ്പോൾ ഒരു മനുഷ്യകുലത്തിന് അറിവിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിച്ച ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞു, നിനക്ക് നിൻ്റെ തോന്നിയവാസം നീ ചെയ്തു. അർജുനോട് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ നിന്റെ തോന്നിയവാസം ചെയ്യും. കൃഷ്ണൻ പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പം ഇതായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് 18 അധ്യായങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് പറയണം, നീ നോക്കിയിട്ട് നല്ലതെന്ന് തോന്നണത് നിനക്ക് ചെയ്യാൻ പറയുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ക്യൂവിൽ ചെന്നാൽ അവിടെ നിൽക്കുന്നതും അത്രയും നേരം നിന്ന് ഇതൊക്കെ കാണേണ്ടതും, കാര്യം ഇതൊക്കെ കാണാനാണ് നിന്നെ ഞാൻ ക്യൂവിൽ നിർത്തിയതെന്നാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്. ഇതൊക്കെ കാണാൻ, ഈ കുട്ടികളുടെ ഇത് കാണാനും അത് കാണാനും ബഹളങ്ങൾ കാണാനുമാണ് നിന്നെ ക്യൂവിൽ നിർത്തിയതെന്ന് ഗുരുവായൂരപ്പൻ നമ്മളോട് സമ്മതിക്കണം.
അതുകൂടാണ്ട് തൊഴുതിറങ്ങുമ്പോഴേക്കും നടന്നിറങ്ങുന്ന നമ്മളെ പുറകിൽ നിന്ന് വീട്ടു വർത്തമാനം പറഞ്ഞ് തല്ലുന്ന ചേച്ചിമാരും ഉണ്ട് അവിടെ. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ഈ ബലിക്കൽ മണ്ഡപം ഉണ്ടല്ലോ അതിന്റെ പുറത്ത് ഇവര് 3 എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലെ പ്രായമുള്ള സ്ത്രീരത്നങ്ങളാണ്, അവര് മഹിളാരത്നങ്ങളാ. ഇവര് തള്ളുക, നമ്മൾ നടക്കും. ഒന്നാമത് എന്റെ കാല് ഇതായതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനു തള്ളുന്നു? നമ്മൾ പോയില്ലെങ്കിൽ അവർ, ഞാനൊന്ന് തൊഴുതാ അപ്പൊ തന്നെ ഞാൻ മാറും. കാര്യം പുറകിലുള്ളവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കും. ഇവരപ്പൊ എന്തോ വീട്ടുവർത്തമാനം പറയാ. ദയവ് ചെയ്ത് ഗുരുവായൂർ ദേവസ്വം അധികാരികൾ ഇത് നോക്കണം. കാര്യം ആരെങ്കിലും തള്ളി വീണ് കഴിഞ്ഞാൽ അവിടെ ചെല്ലു പറയുന്നുണ്ട് കാല് തെന്നുന്നു, തെന്നി ഇതാവുന്നു. എന്തിനിവര് തള്ളുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ആ തള്ളാനായിട്ട് ഗുരുവായൂരപ്പൻ പറയല. കാര്യം ഗുരുവായൂരപ്പനോട് സ്നേഹവും ഇതുള്ളതുകൊണ്ട് കാണിക്ക ഇട്ടാ ഉടനെ നമുക്ക് ഒറ്റ ഇതെന്നാ ഗുരുവായൂരപ്പൻ കാണുന്നിടത്ത് കാണിക്കിടണമെന്നുണ്ട്. മുമ്പിൽ കാണിക്കിടാനായിട്ട് കൊടിമരത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറെ പേര് ഈ കാണിക്ക ഭണ്ഡാവും പൊതിഞ്ഞിരിക്കും. കാണിക്ക ഭണ്ഡാരം അല്ലേ, അവിടെ കാണിക്ക ഇടാൻ സാധിക്കും? ഇല്ല. പുറത്തെ കാണിക്ക ഭണ്ഡാരത്തിൽ ചെല്ലാന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. കാര്യം കാണിക്ക ഭണ്ഡാരത്തിന്റെ അവിടെ ആൾക്കാർക്ക് ഫ്രീ എൻട്രൻസ് ചെയ്യേണ്ടതാണ്. അവിടെ പൊതിഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഗുരുവായൂരപ്പനിലേക്ക് ആൾക്കാർ സമർപ്പിക്കേണ്ട സാധനത്തിന് തടസ്സം നിൽക്കുക. അതൊരു കാർമ്മികം വരുത്തുക. എത്ര പേര് നട തുറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതുമേൽ ഇങ്ങനെ കൈവച്ച് മണ്ഡപത്തിൽ കൈവച്ച് നിൽക്കുകയാണ്. എനിക്കറിയില്ല. ആ സമയത്ത് കുട്ടികൾ കുന്നിക്കുരു ഇട്ട് കളിക്കുന്നത്. ഇതിപ്പോ ഇന്നലെ ഒരു കുട്ടി തന്നതാണ്. ഇന്നലെ പോയപ്പോഴത്തെ കുട്ടി ഏതാണെന്ന് അറിയാൻ സപ്തമസി ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇതെനിക്ക് തന്നപ്പോ മിനിഞ്ഞാന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ഉടനെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി, ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഉടനെ പറഞ്ഞ് പുള്ളെന്ന് പറഞ്ഞു, ഇങ്ങനെ വലിക്കണമെന്ന്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ മെസ്സേജ് ആ കുട്ടി എഴുതിയിട്ടുണ്ട്. ഈ കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. മനസ്സിലായ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പൊ അവര് ഇതിലെഴുതി കണ്ട ഗുരുവായൂരപ്പന്റെ പുല്ലാങ്കുഴലിൽ അവള് വരച്ചിരിക്കണം. ഞാൻ ആ കുട്ടിക്ക് കൊണ്ടുപോയത് മറ്റേ ഗുരുവായൂരിലെ പ്രസാദം. കഴിഞ്ഞ ആഴ്ച പോയി വന്ന പഞ്ചസാര ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ്. അപ്പോൾ വൈഫ് ചോദിച്ചു, ഇത് മാത്രം? ഞാൻ പറഞ്ഞു, അതുണ്ടല്ലേ, അത് ആ കുട്ടിക്ക് കൊടുക്കാന്ന്. പക്ഷെ അത് കൊണ്ടുപോയെന്ന് അറിയാണ്ട് ആ കുട്ടി വരച്ചിരിക്കുക ഗുരുവായൂരപ്പന്റെ ഓടക്കുഴല്. ഈ ഗുരുവായൂരപ്പന്റെ ഓടക്കുഴല് എനിക്ക് തന്ന കാര്യമൊന്നും കുട്ടിക്ക് അറിയില്ല. മനസ്സിലായേ? ആ ഗുരുവായൂരപ്പന്റെ ഒരു ഓടക്കുഴല് കിട്ടിയെന്ന് പറഞ്ഞല്ല. അതിപ്പോ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓടക്കുഴല് ഇപ്പോ എന്റെ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ വെച്ച ഇത് മയിൽപ്പീലി, ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടി എൻ്റെ കൂടെ കുറെ ക്ഷേത്രങ്ങളിൽ വന്നു. എനിക്ക് ഇൻട്രസ്റ്റ്, ഇത്രയും ഇതില് ഇത്രയും ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? 4ാം ക്ലാസ്സിലോ 5ലോ മറ്റോ പഠിക്കുന്ന പയ്യൻ. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ ആ പയ്യന് കൊടുത്തു. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കും. അത് ഞാൻ ഈ വിനോബ ഭാവെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണ്ട് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് വായിച്ചത്. അത് ഞാൻ വായിക്കുമ്പോൾ പൂമ്പാറ്റയിലെ അമ്മ അലക്കുകയാണ്. അപ്പോൾ ഈ പട്ടിക പഠിക്കുക എൻ്റെ കൂടെ ബോറടിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നോക്കും. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, വിനോബ ബാവയുടെ വീട്ടിൽ പുള്ളി ചെറുപ്പത്തിലേ ആയിരുന്നപ്പോഴത്തേക്കും ഒരു ഭിക്ഷക്കാരൻ വന്നു. ഭിക്ഷക്കാരിയെ വന്നു. ഉടനെ അമ്മ അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മേ ഭിക്ഷക്കാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് ഇത് അലമാരക്കകത്ത് ഉള്ള ഒരു സാരിയുണ്ട്, ആ സാരി പിന്നെ പാക്കറ്റിലുള്ള സാരി എടുത്ത് ആ ഭിക്ഷക്കാരിക്ക് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. അമ്മ പറഞ്ഞത് കൊടുത്തിട്ട് ഭിക്ഷക്കാരി പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ചോദിച്ചു, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയല്ലേ, അമ്മ എന്തോ വിശേഷ ദിവസം ഉടുക്കാനായിട്ട് വെച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അതെ എനിക്കിഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. എനിക്കിഷ്ടപ്പെടാത്ത സാധനം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും, അവിടെ അന്ന് പോയപ്പോഴത്തേക്കും ഗുരുവായൂർ പോയി ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്കും ചൊവ്വല്ലൂരുള്ള സുമിത, അനൂപ് മകൻ, ഇവർ കാണാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സുമിതയുടെ കയ്യിൽ 4 ഓടക്കുഴലുണ്ട്. അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ ഈ ലേലം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ലേലം ഒരു ചാക്കിനകത്ത് ഓടക്കുഴലുണ്ടായിരുന്നു. ഒരാൾ ലേലം എടുത്ത് ആരെങ്കിലും നടക്കി വെച്ചതായി. അതിൽ നിന്ന് 4 എണ്ണം ഇവർക്ക് കിട്ടി. അപ്പോൾ 4 എണ്ണം കിട്ടിയത് ഇവർ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണത്തിൽ കുറച്ച് പിക്ചർ വർക്കുണ്ട്, ഗുരുവായൂരപ്പൻ്റെ പടമുണ്ട്. ഞാൻ പറഞ്ഞു ഇതെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഞാനിത് കൈ വെച്ച് ഈ ഓടക്കുഴലിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന ആളെ നീ ഏൽപ്പിച്ചാൽ മതി, കൂടുതലൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് വെച്ച് ആ ഓടക്കുഴലിൽ ഭദ്രമായിട്ട്, പിന്നെ അത് ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ട എൻ്റെ ഒരു ഇതാണ്. എനിക്കിങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ വലിയ പ്രിയമില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ജഗന്നാഥ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ താമസിച്ചത് അതിൻ്റെ അടുത്ത ലോഡ്ജിലാണ്. അപ്പം ജഗന്നാഥുകാർ പറഞ്ഞിട്ടുണ്ട്, ജഗന്നാഥ് റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വേറൊരു ഇസ്കോൺകാരുടെ തന്നെ സാധനം വിൽക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കട ഇന്നടുത്തുണ്ട്, വടക്ക് വശത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്തൊന്ന് അവിടെ കയറാം.
അപ്പൊ അന്ന് ആ മുതലാളി 2-3 പ്രാവശ്യം അദ്ദേഹം പറയുന്നു. അപ്പൊ അവിടെ ചെല്ലാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പുറകിൽ നിന്ന് മറ്റേ കുട്ടി വന്ന് അവരെ ബ്ലസ് ചെയ്ത്, അതിന്റെ അനുഭവം വേറെ പറയാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കറങ്ങി വരുമ്പോഴത്തേക്കും അപ്പൊ ഞാനിങ്ങനെ നോക്കാം, ഒരു മരച്ചോട്ടിലാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊക്കെ പോയി നോക്കുകയാണ്. അപ്പൊ പറഞ്ഞ് രാജേഷ് പറഞ്ഞ് ചേട്ടാ ഇവിടെയാണെന്ന് പറഞ്ഞ് ജയപതാക സ്റ്റോഴ്സ് അവിടെ ചെന്നു. എന്താണ് സാധനം ചെയ്തത്? എന്തെങ്കിലും അവിടെ എടുക്കണമല്ലോ, ഷാളുണ്ട് ഇതുണ്ട്. ഞാൻ രാജേഷോട് രാജേഷ് ഷാള് വേണ്ട എന്തെങ്കിലും എടുക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ ജപിക്കുന്ന ആ ഒരു ജപമാല ഇത് ചെയ്യല്ല, സഞ്ചി എടുത്തു. കാര്യം എനിക്ക് മറ്റേ ഇതൊക്കെ തൃശ്ശൂലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ തോളത്തിടാലാന്ന് വെച്ചാൽ ആ സഞ്ചി എടുത്തു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനത്തെ 2 മൈൽ ഓടക്കൊള്ളിലിരുന്ന് ചിരിക്കുന്നു പാക്കറ്റിനകത്ത്. അപ്പൊ എനിക്ക് തോന്നടാ അത് നമുക്കുള്ളതാണല്ലോ. അപ്പൊ നോക്കിയപ്പോ അതിന്റെ അറ്റത്തെ മയിൽപീലി ഉണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കണമെന്ന് തോന്നി, അതെടുത്തു. അപ്പൊ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് മറ്റേ അന്ന് കണ്ട വൈഷ്ണവി അവര് വന്നിരുന്നു, അവർക്ക് കൊടുത്തൊരെണ്ണം ഇത് കൊടുത്തു. അപ്പൊ ഈ ഓടക്കൊള്ളിൽ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു കാര്യം പറയാം, ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഓടക്കൊള്ളിലില്ല, മാറ്റി വെച്ചിരിക്കുന്നു. പൂജാമുറിയിലുള്ള കൃഷ്ണന്റെ വിഗ്രഹത്തിൽ, നല്ല 2-3 അടിയുള്ള കൃഷ്ണന്റെ വിഗ്രഹത്തിലെ ഓടക്കൊള്ളിൽ മാറ്റി വെച്ചിരിക്കുക. ആ വീട്ടിൽ സാമ്പത്തിക പ്രശ്നമായിട്ട് പോയതാണ്. ഒരു പർട്ടിക്കുലർ വീട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഓടക്കുഴൽ എന്താ? അതെ, ചിലര് പറയുന്നത്, ആരോ പറഞ്ഞു, നീ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണൻ നമ്മുടെ ഐശ്വര്യം കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് എവിടെ ഓടക്കുഴൽ എവിടെ വെക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ ഇത് നല്ല ഒരു മൈപ്പി ഉണ്ട്, ബാക്കിയൊക്കെ മൈപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണൻ ഓടക്കുഴലിലൂടെ എന്താണ് സൗഭാഗ്യം കൊണ്ടുവരിക. അപ്പൊ ആൾക്കാർ കുറെ ഒന്നും മനസ്സിലാക്കണ്ട. ഇപ്പൊ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്ന പണ്ട് ഭാഗവതം സീരിയലിലാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓടക്കുഴൽ എടുക്കുന്നു. ആദ്യമായിട്ട് ഓടക്കുഴൽ കിട്ടി കൃഷ്ണന്. ആ സീരിയലിലെ തിരക്കഥാകൃത്ത് എഴുതിയതായിരിക്കാം. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് ഓടക്കുഴൽ എടുത്തിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ ഓടക്കുഴൽ വായിക്കുക? അതിൽ സരസ്വതി ദേവിയാണ് അതിലൂടെ വരുന്നതെന്നാണ് പറയുന്നത്. ആ ഭാഗവതത്തിൽ എനിക്ക് ഓർമ്മ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കൃഷ്ണൻ ഓടക്കുഴൽ എടുത്തിട്ട് കണ്ണടച്ചിട്ട് പറയും, സരസ്വതി ദേവി ഞാൻ ഈ ഓടക്കുഴൽ വായിക്കാൻ പോവുക, എനിക്കെന്താണെന്ന് അറിയില്ല, ഇതിനകത്തൂടെ വന്നിട്ട് ആ സൗണ്ട് വരണം, ആ സ്വരം വരണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ വായിൽ ഇത് വെച്ചിട്ട് ഊതുമ്പോൾ ആ സരസ്വതി ദേവി അതിലൂടെ നാദം ഒഴിക്കുകയാണ്. അപ്പോൾ ആ ഓടക്കുഴലെന്ന് പറഞ്ഞാൽ 33 കോടി ദേവതകളും അവരുടെ സ്വരമാണ് ഈ ഓടക്കുഴലിലൂടെ കൃഷ്ണൻ പിടിച്ചിട്ട് പുറത്തേക്ക് വരുന്നത്. കാര്യം പരമാത്മാവും പരബ്രഹ്മവുമാണെന്ന് പറഞ്ഞ ഒരേ ഒരു ദേവതയേ ഉള്ളൂ. ഞാൻ തന്നെ പരമാത്മാവ്, ഞാൻ തന്നെ പരബ്രഹ്മം, അത് തന്നെ നീ. ഞാൻ ദൈവവും നീ ഇതുവാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ തന്നെ പരമാത്മാവും ഞാൻ തന്നെ പരബ്രഹ്മം, നീയും അത് തന്നെ. എത്തണമെങ്കിൽ എന്താ, ഈ 18 അധ്യായത്തിൽ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് അപ്ലൈ. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നീ ഇത് കഴിഞ്ഞാൽ നീ എൻ്റെ സീറ്റിലെത്തും എന്ന് പറഞ്ഞ ദൈവമാണ് കൃഷ്ണൻ. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ നമ്മളിത് പറയുന്നത്, ഈ ഓടക്കുഴലൊക്കെ പറയുന്നത് ചിലപ്പോൾ ചിലരിലേക്ക് കണക്ട് ചെയ്യും. ഈ ഓടക്കുഴലുമായിട്ട് എന്നോട് പറഞ്ഞൊരു വീട്ടിൽ ഞാൻ ചെന്നു. ഓക്കെ, ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് തന്നെ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ച ഓടക്കുഴലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പറയാം, സാറേ ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെ കൃഷ്ണന്റെ, ഇനി ബാക്കി ഗായത്രി പറ, അതിന്റെ ബാക്കി ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ഗായത്രി പറഞ്ഞാലേ ശരിയാവും, എങ്കിലേ വീഡിയോ കംപ്ലീറ്റ് ആകും. ഞങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ സുനിലിന് കൊടുക്കുന്നത് എന്റെ മനസ്സിൽ ഗായത്രിയുടെ ബർത്ത്ഡേ കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടൈം വരുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊരു ചിന്ത വരും, എനിക്ക് കൃഷ്ണനെ അവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്നാണ് എൻ്റെ വീട്ടിലുള്ള കൃഷ്ണനൊക്കെ എല്ലാവരും ഗുരുവായൂരിലുള്ളവരാ. അപ്പോ എനിക്ക് ഇതേപോലെ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഞങ്ങൾ ഈ ശിവേലി രാത്രി കാണാൻ വേണ്ടിയിട്ടാണ് പോണേ, ട്രാവൽ ചെയ്തിട്ട് ഒരു നൈറ്റ് റൈഡും ആവും, ഭഗവാനെ കണ്ട ആ ഒരു ആംബിയൻസിൽ കുട്ടികളൊത്തിരിക്കും, ഭഗവാനെ കാണും, അങ്ങനെയൊക്കെയാണ്. ആ രാത്രി സമയത്ത് പോയി തൊഴുതുകൊണ്ടിരിക്കുമ്പം എനിക്ക് തോന്നി കൃഷ്ണനെ വാങ്ങിക്കണം. അപ്പൊ ശിവേലി തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ സുനിലിനോട് പറയാം, ഞാനേ ഗുരുവായൂരപ്പനെ വാങ്ങിച്ചിട്ട് ഞാൻ വരട്ടെ, പെട്ടെന്ന് വരട്ടെ. അപ്പൊ ഈ 2 കുട്ടികൾ ഓടിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സുനിൽ പറഞ്ഞു ഉറപ്പായിട്ടും വാങ്ങിക്കാം, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ കടയൊക്കെ അടച്ചു പോയാലും എന്താ ചെയ്യാ, വെപ്രാളാ, ഇത് കഴിയുമ്പോൾ ഒരു നേരം ആവുമല്ലോ. അപ്പൊ ഇല്ലില്ല, എന്തായാലും ഷോപ്പൊക്കെ ഉണ്ടാവും, നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞു. എല്ലാം കണ്ട് ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ച് ശിവേലിയൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കടയുണ്ട്, നേരെ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും കുറേ കൃഷ്ണനെയൊക്കെ കണ്ടു. പക്ഷെ ഒരു കൃഷ്ണൻ എൻ്റെ കണ്ണിൽ ഉടക്കി. നമ്മൾ അങ്ങനെയാണ്, ചില കൃഷ്ണൻ പെട്ടെന്ന് നമുക്കൊരു വല്ലാത്തൊരു സ്നേഹം തോന്നുള്ളൂ, നമുക്കുള്ളതാണ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മതി. അപ്പൊ തന്നെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ അവിടെ നിപ്പായി. അപ്പൊ സുനിൽ പറഞ്ഞാ കൊള്ളാം, വാങ്ങിക്കാം, നമുക്ക് കുഴപ്പമില്ല, വാങ്ങിക്കാം.
പക്ഷെ ആ കൃഷ്ണന് ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കടയുടെ ഓണർ തന്നെ പറഞ്ഞു, അയ്യോ മോളെ ഇത് തരാൻ പറ്റൂല. അപ്പൊ തന്നെ എനിക്ക് വിഷമമായി, അയ്യോ ഞാൻ എന്താ ചെയ്യാ. അപ്പൊ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പറയാണ്, ആ കൃഷ്ണന്റെ ഓടക്കുഴൽ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ പൊട്ടിയ വിഗ്രഹം അങ്ങനെ നമ്മള് സെയിൽ ചെയ്യുന്നത് തെറ്റല്ലേ, കാരണം നിങ്ങളും അത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കാനായിരിക്കും, ഒരു വിളക്ക് വെക്കാനായിരിക്കും. അപ്പൊ പൊട്ടിയത് നമ്മൾ അറിഞ്ഞിട്ട് എങ്ങനെയാ തന്നു വിടുക. അപ്പൊ അതുകൊണ്ട് വേറെയൊക്കെ ഉണ്ടല്ലോ, എടുത്തോളാൻ പറഞ്ഞു. ഒരു റൗണ്ട് നോക്കിയിട്ട് പോ, വേറെ ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഒരു റൗണ്ട് അല്ല 3-4 റൗണ്ട് ചുറ്റാണ്, എനിക്ക് വേണ്ട, എനിക്ക് അത് തന്നെ വേണം. അപ്പൊ ഞാൻ പറയാണ്, എന്റെ മനസ്സിൽ നിന്ന് പറയാം, പൊട്ടിയതാണെങ്കിൽ എന്താ സാരമില്ല, ഞാൻ കൊണ്ടേക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറയാണ്, സാരമില്ല, ഇതിന്റെ വേറെ പീസ് ഉണ്ടോന്ന് നോക്കൂ ഈ സെയിം ഇതില്, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനിത് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ വിട്ടിട്ട് അദ്ദേഹം വേറെ ഈ സെയിം പാറ്റേണിലുള്ള വേറെ ഉണ്ടോന്ന് നോക്കാൻ പോയേക്കാം. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഇല്ല, ഇത് ഒരൊറ്റ സിംഗിൾ പീസേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല ചേട്ടാ തന്നേക്ക്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി, ഇനി അത് കുഴപ്പമില്ല, ഞാനല്ലേ കൊണ്ടുപോകണം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സങ്കടം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതേ സെയിം സൈസിലുള്ള വേറൊരു കൃഷ്ണ വിഗ്രഹം ആ സ്റ്റാഫിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ കൃഷ്ണ വിഗ്രഹം എടുത്തിട്ട്, അതൊരു ബ്ലൂ കളറാണ്, ഞാൻ എടുത്തത് നല്ല ക്രീം കളറിലുള്ള ഒരു കൃഷ്ണൻ, എൻ്റെ അടുത്ത് അങ്ങനത്തെ നിറത്തിലുള്ളതില്ല. അപ്പോൾ ആ കൃഷ്ണന്റെ ഓടക്കുഴൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, പൊട്ടിയത് കൊണ്ടുപോകണ്ട, എന്തായാലും കൊണ്ടുപോകുന്നു നിങ്ങൾ പറഞ്ഞല്ലോ, ഇത് ഐശ്വര്യമായിരിക്കും കേട്ടോ, സത്യമായിട്ട് മോളുടെ മനസ്സാണത്, ആ സാധാരണ ആൾക്കാരാണെങ്കിൽ വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഓടക്കുഴല് ആ പൊടി പിടിക്കാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പതുക്കെ പൊട്ടിച്ചിട്ട് ആ ഓടക്കുഴലെടുത്ത് മാറ്റി, പൊട്ടിയത് മാറ്റി, കാരണം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് മറ്റേ കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴലെടുത്ത് ഇവിടെ വെച്ചു. ഇവിടെ വെച്ചപ്പം അത് അവിടെ നിന്ന് എടുക്കണ കണ്ടപ്പോ എനിക്ക് വിഷമാവണു, ആ കൃഷ്ണന്റെ ഓടക്കുഴൽ ഇവിടെ നിന്ന് വെക്കുക, അപ്പൊ ആ കൃഷ്ണൻ എന്ത് ചെയ്യും, അപ്പൊ ആ കൃഷ്ണൻ എന്ത് ചെയ്യും, ഓടക്കുഴലില്ലല്ലോ. അപ്പൊ ഇവരിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തുറക്കുന്നത് കണ്ടപ്പോ ഞാൻ അവരോട് പറയണ്ടേ, ചേട്ടാ വേണ്ട, കാരണം ഞാൻ ആമസോണിലോ അല്ലെങ്കിൽ മീഷോയിലൊക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള ഓടക്കുഴലുകൾ ഗോൾഡൻ കളറിലുള്ളതൊക്കെ കിട്ടും, നല്ല ഭംഗിയുള്ളത് കിട്ടും, അത് വാങ്ങിച്ചു വെച്ചാൽ പോരെ. ഞാനിങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ ഈ കൃഷ്ണനെ വിടൂല, എനിക്ക് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, ഇല്ലില്ല ഞങ്ങൾ തരുമ്പോ ഞങ്ങൾക്കൊരു പൂർണ്ണത തരണമല്ലോ, നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ തരുമ്പോ അത് അങ്ങനെ തരണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് വേറെ കൃഷ്ണന്റെ അടുത്ത് വെച്ചപ്പോ എനിക്ക് മനസ്സിൽ സങ്കടം, അയ്യോ ആ കൃഷ്ണൻ എന്ത്, ആ കൃഷ്ണന്റെ നീല നിറം ഇപ്പോഴും വിച്ചരിക്കുന്ന ഓടക്കുഴലിന്റെ സൈഡിലുണ്ട്, നീല നിറം. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കൃഷ്ണ ആ കൃഷ്ണന്റെ ഓടക്കുഴലാണല്ലോ തട്ടിപ്പറിച്ചുകൊണ്ട് പോണ ഭഗവാനെ, എന്നാലും സാരില്ല, വേറെ ഒരെണ്ണം എന്തായാലും നല്ലത് ഒരെണ്ണം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലിരിക്കുക. അപ്പൊ അന്നത്തെ ദിവസമാണ് ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് പോയി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചപ്പം 2 മയിൽപ്പീലി 2 കയ്യിൽ പിടിച്ചിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കാണ്, ഭഗവാന്റെ മയിൽപ്പീലി 2 കുട്ടികളുടെ കയ്യിലും കൊടുത്തു. അപ്പൊ അവർക്ക് ഇതിൽ പരം സന്തോഷം, അതെ സാർ, 10 ഇത്ര ദിവസമായിട്ടുള്ളൂ, അവർക്ക് അതിൽ പരം സന്തോഷമില്ല, ഗുരുവായൂരപ്പന്റെ മയിൽപ്പീലി കിട്ടിയെന്ന്. അപ്പൊ ആ ക്ഷേത്രത്തിൽ പോണ ദിവസം എന്തെങ്കിലുമൊക്കെ നമ്മള് ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുപോകുമല്ലോ. അപ്പോ ഞാൻ പിള്ളേരോട് ചോദിച്ചു അന്നത്തെ ദിവസം, നമ്മളിന്ന് എന്താ കണ്ണനും കൊടുക്കുക, എന്താ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേർ പറഞ്ഞു, അമ്മ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി, ഞാൻ പറഞ്ഞു മയിൽപ്പീലി വാങ്ങിച്ചല്ലോ. അപ്പൊ 2 പേര് പറഞ്ഞു, ആ മയിൽപ്പീലി കൊടുക്കാം, കൃഷ്ണൻ പറഞ്ഞു ഒന്ന് മയിൽപ്പീലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു 3 മയിൽപ്പീലി ആയിട്ടാണ് പോണേ. ആ മയിൽപ്പീലി വെച്ചതും കുറച്ചു നേരം കഴിഞ്ഞ് ഈ കുട്ടികൾ സാഷ്ടാംഗം വീണപ്പോ 2 മയിൽപ്പീലി തിരിച്ചു വർക്ക്. അപ്പൊ അത് വല്ലാത്തൊരു കണക്ഷൻ ആയിപ്പോയി, ഭഗവാൻ ചോയ്സാണല്ലോ നമ്മൾ കൊടുത്തേന്നുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. തിരിച്ചു വരുമ്പോഴാണ് ഈ കൃഷ്ണനെ വാങ്ങിച്ച ഓടക്കുഴൽ. അപ്പൊ അതൊരു ചെറിയൊരു വിഷമം മനസ്സിൽ കിടക്കണുണ്ട് കേട്ടോ. അപ്പൊ ആ കടക്കാരൻ എനിക്ക് പാക്ക് ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് തരുമ്പോ എന്നോട് പറഞ്ഞു, ഈ കൃഷ്ണനെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഐശ്വര്യമായിരിക്കും കേട്ടോ, മനസ്സ് പോലെ ഭയങ്കര ഐശ്വര്യമായിരിക്കും കേട്ടോ, ഞാൻ വെറുതെ പറയണതല്ല, നല്ല ഐശ്വര്യം, ഇവിടെ നിന്ന് വാങ്ങിച്ചതുകൊണ്ടും പറയുന്നതല്ല, ഐശ്വര്യമായിരിക്കും കേട്ടോ, മനസ്സ് പോലെ നിറഞ്ഞാണ്, നിറവോടുകൂടിയാണ് കൊണ്ടുപോണേന്ന് പറഞ്ഞു. നീ ഭയങ്കര മനസ്സിൽ ഓക്കെ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. പക്ഷെ വീട്ടിൽ കൊണ്ടേ വെച്ച് സാർ ഉടനെ വന്നിട്ട് കൃഷ്ണൻ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഓടക്കുഴലും കൊണ്ട് വന്നപ്പോ എന്റെ ദൈവമേ, നീ എന്റെ കൈകാലും വിറക്കരുത്, ഞാൻ വിചാരിച്ചു എന്റെ കൃഷ്ണ ആ ഒരു ആ ഓടക്കുഴല് പൊട്ടി എന്ന് പറഞ്ഞപ്പോ ഗായത്രിക്കരാണുള്ള കൃഷ്ണൻ വേറെ ഓടക്കുഴല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സുമിത വന്നിട്ട്, സാധാരണ ഞാൻ എടുക്കാത്തതാണ്, എനിക്കതൊന്നും ഞാൻ പറയാറുണ്ട്, ആരും ഒരു ഗിഫ്റ്റും എനിക്ക് തരാതെ എന്ന് പറയാം, നീ കിട്ടിയ ആർക്കെങ്കിലും ഞാൻ കൊടുക്കും, എൻ്റെ ശീലം അതാണ്. പക്ഷെ അത് വാങ്ങിച്ച് ഞാൻ അവരപ്പോ ഞാൻ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ആ കൃഷ്ണന്റെ പടവും ഇതും എല്ലാം ഉള്ള അതിലെ നല്ല ഓടക്കുള്ളി ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ, നീ ഇത് കൈ വെക്കേണ്ട, നീ അവിടെ ചെല്ലുമ്പോ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ അങ്ങനെയാണ് പലതും നമ്മുടെ ജീവിതത്തില് നമ്മുടെ അടുത്ത് ദൈവം സമ്മതിക്കുന്നുണ്ട്.
പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വേണം എന്നുള്ളതാണ്. ഇങ്ങാവും 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 ഇങ്ങാവും, ഈ മ്യാവു പൂച്ചം മ്യാവ് പറയണ പോലെ നമുക്ക് എല്ലാവർക്കും ഇങ്ങാവും എന്നാണ്. നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് എത്തിക്കും. കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ബ്രാഹ്മണർ തർക്കം കൊടുക്കുമ്പോഴെന്താ, ഇതൊന്നമ്മ, ഇതെൻ്റെതല്ല, 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 ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട, ആർക്കാണ് കിട്ടുന്നത് അവർക്ക് അവകാശപ്പെട്ടു, അവരിൽ നിന്ന് ആരിലേക്ക് കൈമാറ്റം ചെയ്യണോ അതും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇന്നലെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഈശാനിക്കുട്ടി എനിക്ക് തന്നതാണ്. നോക്കിക്കേ, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗ്രേറ്റ്. ഗോഡ് ഈസ് മൂന്നിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ സ്വാധീനിച്ച ഒരു മന്ത്രമാണ് ഗോഡ് ഈസ് ഗ്രേറ്റ്. അതുപോലെ ദയവ് ചെയ്ത് നമ്മളും നമ്മളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണും, ഗുരുവായൂരപ്പനെത്തിക്കും, മനസ്സിലാക്കുക ഗോഡ് ഈസ് ഗ്രേറ്റ്. അതിൽ ഒറ്റക്കാര്യമുണ്ട്, ജി ക്യാപിറ്റൽ ലെറ്റർ വേണം, ജിയോടിയും ക്യാപിറ്റൽ ലെറ്റർ വേണം. അത് ആ ജിയും ലാസ്റ്റുള്ള ഡിയും ക്യാപിറ്റലാണോന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ചിലത് ചെയ്യുന്നുണ്ട്. ഈ ഗോഡ് എന്നുള്ളതിന് നമ്മൾ ഗൂഗിളിൽ ചെല്ലുമ്പോൾ ആ ഗോഡിൻ്റെ അർത്ഥം ഇന്നതാണ്. ആ ഗോഡ് ഇപ്പോൾ ക്യാപിറ്റലിൽ ഗോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ചോദിക്കുമ്പോൾ വിക്കിപീഡിയ ചെല്ലുമ്പോൾ ഒരു മതത്തിൻ്റെ ഗോഡിനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ വേറെ ദൈവത്തിനെ പോലും പങ്കുവെക്കുക. അതാണ് പണ്ടാരാണ് നമ്മുടെ വയലാർ സാറാണ് എഴുതി, മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു. ഇതിൽ ദൈവങ്ങൾ പങ്കുവെച്ചില്ല, നമ്മുടെ ഈഗോ, നമ്മുടെ താൻപോരുമയാണ് പങ്കുവെച്ചത്. അതിൽ ദൈവത്തിന് ഒരു പങ്കുമില്ല. അത് പങ്കു ചേർക്കാൻ ആരും നോക്കണ്ട. അത് ഏത് മതത്തിൻ്റെ, ഏത് ജാതിയുടെ, ഏത് ദേശത്തിൻ്റെ ദൈവമാവട്ടെ, അവർക്ക് സ്വാർത്ഥതയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ കൃഷ്ണൻ്റെ അടുത്ത് സാഷ്ടാംഗം മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട്, സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൻ. ഇതം നമ്മ. അത് തന്നെ, ഇതൊന്നും